പ്രവാസ ലോകത്തെ പുത്തൻ കാഴ്ചകളുമായി വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഗൾഫിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനമാണ് ഫെബ്രുവരി 28. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ്റെ മിസൈൽ പതിച്ചിരിക്കുന്നു. ഇറാന് നേരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൻ്റെ മറുപടി എന്നോണം അമേരിക്കൻ ബേസുകളുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും നേരെ ഇറാൻ്റെ മിസൈൽ ആക്രമണം നടന്നിരിക്കുകയാണ്. എത്ര ദിവസത്തേക്ക് ഇത് നീണ്ടു നിൽക്കും എന്നുള്ള ഒരു രൂപമില്ല. പക്ഷേ പ്രവാസികളെ ഇത് ബാധിക്കുന്ന തരത്തിൽ വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നു, വ്യോമപാതകൾ അടച്ചിരിക്കുന്നു, വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. എത്ര ദിവസത്തേക്ക് ഈ പ്രതിസന്ധി നിലനിൽക്കുമെന്നാണ് നാസർക്ക് പ്രതീക്ഷിക്കുന്നത്? ഷിനോജ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് താൽക്കാലികമാണ് എങ്കിൽ ഏതെങ്കിലും ദിവസങ്ങൾ കൊണ്ട് മാത്രം ഈ പ്രതിസന്ധി തീരുകയാണെങ്കിൽ അതോടുകൂടി വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പം ദൈനംദിന സ്വഭാവത്തിലെ ആളുകൾ നേരിടുന്ന ചില പ്രയാസങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. കാരണം എയർപോർട്ടുകൾ അടച്ചിരിക്കുന്നു, വ്യോമാതിർത്തി അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തൊന്നുമില്ലാത്ത ഒരു ആശങ്ക രൂപപ്പെട്ടിരിക്കുന്നത് ഈ യുദ്ധം എത്ര നീണ്ടു നിൽക്കും എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇപ്പം ട്രംപ് ഏറ്റവും അവസാനം വ്യക്തമാക്കുന്ന ഒരു 4 ദിവസമെങ്കിലും ഇപ്പോഴുള്ള ആക്രമണം തുടരുമെന്നാണ്. പക്ഷേ ഇതിന് ആനുപാതികമായോ അതിൽ കൂടുതലോ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് ഇറാനും വ്യക്തമാക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഇപ്പം വ്യോമ സ്വഭാവത്തിൽ നോക്കിയാൽ അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും മേൽക്കൈ. പക്ഷേ അതേസമയം ഇസ്രായേലിന് മേൽക്കൈ ഉണ്ട്. പക്ഷേ ഇറാൻ നാവിക മേഖലയിലും കര യുദ്ധത്തിലേക്കും കാര്യങ്ങൾ പോകുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ഇറാനെയും പിന്നെ എടുത്തുതള്ളാനാവില്ല. വളരെ ശക്തമായിട്ടുള്ള സൈനിക സംവിധാനങ്ങളുള്ള ഈ മേഖലയിൽ അവശേഷിച്ചൊരു രാജ്യം കൂടിയാണ് ഇറാൻ. പിന്നിട്ട കുറേ പതിറ്റാണ്ടുകളായി ഇറാൻ്റെ ഈ സൈനികമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അത്ര ഒരു തീക്ഷ്ണമായിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാവും. അതല്ല എങ്കിൽ ഒരുപക്ഷെ ദിവസങ്ങൾക്കകം തന്നെ, കാരണം ഡിപ്ലോമാറ്റിക് എഫേർട്ടുകൾ നടക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ നടത്താൻ മുന്നിലുള്ളത് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ സുരക്ഷയെ, അവരുടെ ദൈനംദിന ജീവിതത്തെ, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ആയിരിക്കും അമേരിക്കയേക്കാൾ ഇത് ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവർ പിന്നെ ഈ പിന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഈ ഡിപ്ലോമാറ്റിക്കുള്ള ചാനലുകളൊക്കെ അവർ തുറന്നു വെച്ചിരിക്കുന്നത് ഈ പ്രതിസന്ധി, ഈ സംഘർഷം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന ഒരു താല്പര്യത്തോടു കൂടിയാണ്. അതിലെത്ര കണ്ട് വിജയിക്കുമെന്നത് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. ഇതുവരെ ഇല്ലാത്ത വിധമുള്ള ഇറാൻ്റെ ഒരു പ്രതികരണമാണിത്. ഈ മുമ്പ് ഖത്തറിന് നേരെയും അബുദാബിക്ക് നേരെയൊക്കെ ഒരു ആക്രമണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ ഒരു ചെറിയ ഒരു മൈൽഡ് സ്വഭാവമുണ്ട്. ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയുള്ള ആക്രമണമായിരുന്നില്ല. പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞത് തുടരെയുള്ള ആക്രമണങ്ങളാണ്. വലിയ പൊട്ടിത്തെറികൾ സംഭവിക്കുന്നു. UAE-യിൽ ഒരു പാക് സ്വദേശി മരിച്ചിരിക്കുന്നു. ഇറാൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്? പക്ഷേ ഇതിൽ ഇറാൻ്റെ പിന്നെ നിലപാട് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം വരികയാണെങ്കിൽ അത് പരിമിതമായ സ്വഭാവത്തിലാകട്ടെ, വ്യാപ്തിയുള്ളതാകട്ടെ, അതിന് വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും. ഒരു മേഖലാ യുദ്ധമായിട്ട് ഇത് മാറും. അമേരിക്കയുടെ ഈ മേഖലയിലുള്ള എല്ലാ ബേസുകളും തങ്ങളുടെ ടാർഗറ്റിൽ പെടുന്നു. ഇന്നിപ്പോൾ നോക്കുക, അൽ-ഉദൈദ് വ്യോമതാവളത്തിന് നേരെ നടന്നു. ബഹ്റൈനിലെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമുള്ള ജുഫൈറിലെ കേന്ദ്രത്തിന് നേരെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നു. കുവൈത്തിന് നേരെ നടന്നു. ഇതൊക്കെ പിന്നെ അബുദാബിക്ക് നേരെ നടന്നു. ഇതൊക്കെയും ഒരുപക്ഷെ ഈ രാജ്യങ്ങളുമായൊക്കെ മുമ്പ് ഒരിക്കലുമില്ലാത്ത, കാരണം 79-ലെ ഇസ്ലാമിക വിപ്ലവം ആയത്തുള്ള ഖുമൈനി നയിക്കുമുണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഒരു വംശീയ താല്പര്യങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഇറാനെ നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിപ്ലവം കയറ്റുമതി ചെയ്യപ്പെടും എന്നൊരു ആശങ്കയൊക്കെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ നിന്ന് മാറി പിന്നിട്ടൊരു 10-15 വർഷമായിട്ട് ഏറ്റവും നല്ല ബന്ധം സൗദി അറേബ്യ തെഹ്റാനിൽ ചെല്ലുന്നു. എന്നിട്ട് ചൈനയുടെ സാന്നിധ്യത്തിൽ ഒരു ഒത്തുതീർപ്പിൽ ഇറാനും സൗദിയും എത്തിച്ചേരുന്നു. അപ്പോൾ അത്രയും തീക്ഷ്ണമായ നല്ലൊരു സൗഹൃദത്തിലേക്ക് വന്നൊരു സമയത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഈ രാജ്യങ്ങളൊക്കെ ഇപ്പം UAE-യും ഖത്തറും ബഹ്റൈനും ഒക്കെ പറയുന്നത് ഈ തങ്ങളുടെ പരമാധികാരത്തിന് നേരെ നടന്ന ശക്തമായിട്ടുള്ളൊരു കടന്നാക്രമണമാണിത്. ഇത് പിന്നെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണം ഇതുമായിട്ട് ഉണ്ടാവുമെന്ന് ഈ രാജ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെയാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ന് ഈ പിന്നെ വിദേശകാര്യമന്ത്രിമാരെ ഒക്കെ ഇന്ന് ടെലിഫോണിൽ വിളിച്ചു. അവർക്ക് പറയാനുള്ളത് കേട്ടു. കാരണം അവർ പറയുന്നത് നിങ്ങളെയല്ല ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ സൈനിക കേന്ദ്രം, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ ചെയ്തത് ഒട്ടും ശരിയായ രീതിയല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങൾക്ക് ഇറാൻ്റെ ഈ നീക്കത്തിലുള്ള അമർഷമുണ്ട്. പക്ഷേ ഈ പ്രതിസന്ധി നീളാനുള്ള ഒരു അവസരം ഇവർ കൊടുക്കില്ല. കാരണം തങ്ങളുടെ വ്യോമകേന്ദ്രങ്ങളോ തങ്ങളുടെ നാവിക കേന്ദ്രങ്ങളോ ആകാശ അതിർത്തിയോ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാനുള്ളൊരു നീക്കത്തെ തങ്ങൾ പിന്തുണയ്ക്കുകയില്ല എന്ന് UAE ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്. ഇപ്പോഴും അവർ ആ നിലപാട് തന്നെയാണ്. പക്ഷേ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് നേരിടേണ്ടി വന്ന ഈ ഒരു ആക്രമണം സ്വാഭാവികമായിട്ടും അവരിൽ ഒരു പ്രയാസം വരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് തീർക്കാൻ
ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെ ആയിരിക്കും ഇറാനും അവരും ഏർപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ വ്യാപ്തി ഇസ്രായേലും അമേരിക്കയും എന്താഗ്രഹിക്കുന്നോ അത് എത്ര നീണ്ടു നിൽക്കുമെന്നോ ഇറാനിലൊരു ഭരണമാറ്റമാണ് ലക്ഷ്യമെന്നൊക്കെ പറയുമ്പോൾ അത് അത്ര എളുപ്പമായിരിക്കില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം. കാരണം സൈനികമായിട്ടുള്ള വളരെ സുശക്തമായിട്ടുള്ളൊരു സംവിധാനമുള്ളത് കൊണ്ട് അതിനെ ഏറ്റവും കൂടുതൽ പ്രഹരം ഏൽപ്പിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുന്നത്. ഇനി ഒരു ചർച്ചയുടെ സാധ്യത എന്താണ്? ഉണ്ടെങ്കിൽ തന്നെ ഒരു സമവായത്തിനുള്ള സമാധാനത്തിനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക? ഷിനോജ്, ഇതിലൊക്കെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്രായേലിൻ്റെ മാത്രം താല്പര്യം, ആ താല്പര്യം ഇസ്രായേലിൻ്റെ സുരക്ഷ, ഇസ്രായേലിൻ്റെ ക്ഷേമം, ഇസ്രായേലിൻ്റേതായിട്ടുള്ള പുരോഗതി, ഇത് മാത്രമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദേശകാര്യ നയത്തിൻ്റെ അടിത്തറ. അതുകൊണ്ട് സയനിസ്റ്റ് ലോബി അത്രയേറെ ശക്തമാണ് അമേരിക്കയിൽ. അതുകൊണ്ടാണ് എല്ലാ ഘട്ടങ്ങളിലും ഈ സഖ്യരാജ്യങ്ങളായിട്ടുള്ള ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ടും മറ്റും പല നിലക്കും ഡിപ്ലോമാറ്റിക്കലൊക്കെ ആയിട്ട് അമേരിക്കയുമായി ചേർന്ന് നിൽക്കുമ്പോൾ പോലും അവരുടെ താല്പര്യങ്ങളെക്കാൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിൻ്റെ ഒരു പ്രത്യാഘാതം കൂടിയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെയൊക്കെ ഇപ്പോൾ 2015 വൻശക്തി രാജ്യങ്ങൾ അമേരിക്കയുമായിട്ടൊക്കെ ഒബാമയുടെ സമയത്ത് കരാറിലെത്തിയതാണ്, ആണവ കരാറിൽ. അപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുടെ മേൽനോട്ടത്തിൽ പൂർണ്ണ നിരീക്ഷണം നടത്താനൊക്കെ ഇറാൻ സന്നദ്ധത അറിയിച്ചത്. പക്ഷേ 2018 ട്രംപ് അധികാരത്തിൽ വന്ന ആ ഘട്ടത്തിൽ അദ്ദേഹമാണ് ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുന്നത്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും, എന്നിട്ട് പോലും തുടർ ചർച്ചകൾക്ക് സംബന്ധിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണം പരമാവധി കുറയ്ക്കാമെന്ന് ഇറാൻ വാഗ്ദാനം ചെയ്തു. അതുമാത്രമല്ല, വേണമെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ഉപരോധമൊക്കെ പിൻവലിക്കുകയാണെങ്കിൽ ഈ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാമെന്ന് വരെ ഇറാൻ പറഞ്ഞതായിട്ടാണ് ഒമാൻ, മധ്യസ്ഥ രാജ്യമായിട്ട് ഒമാൻ പറയുന്നത്. ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ വിയന്നയിൽ ഒടുവിൽ മസ്കത്തിൽ ചർച്ച വിജയിച്ചു, ഒടുവിൽ ജനീവയിൽ ചർച്ച നടന്നു. ഇപ്പോൾ തിങ്കളാഴ്ച വിയന്നയിൽ സാങ്കേതികമായിട്ടുള്ള കമ്മിറ്റി യോഗം ചേരാനിരിക്കെയാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു ആക്രമണം ഒരു പരമാധികാര രാജ്യത്തിന് നേരെ നടന്നിരിക്കുന്നത്. ഇത് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മുമ്പത്തെ കുറേ പകയുണ്ട് ഇറാനോടുള്ള. ആ പക തീർക്കാനുള്ള ഒരു അവസരം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മേഖലയിൽ ഒരു രാജ്യവും അവരുടെ സുരക്ഷയ്ക്ക് ഇനി ഭീഷണിയല്ല. ഈ ഫലസ്തീൻ പ്രശ്നമൊക്കെ ഇത്രയും ഗൗരവത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയതൊക്കെ ഇറാന് സ്വാഭാവികമായിട്ടും ഒരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ അമർച്ച ചെയ്താൽ ഫലസ്തീൻ പ്രശ്നത്തെയും അമർച്ച ചെയ്യാം, തങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കാം എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അമേരിക്കയെ കൂട്ടുപിടിച്ചുള്ള ഈ ഒരു ആക്രമണം. പക്ഷേ അത് ഈ മേഖലയിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വളരെ വലുതായിരിക്കും. അതെ, ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെട്ടിരുന്ന ഒരു ദിവസമാണ് വന്നെത്തിയിരിക്കുന്നത്. ഭയത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇത് നീണ്ടു നിൽക്കുന്നത് നമ്മുടെ ലക്ഷക്കണക്കിന് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവനത്തെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് മാറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.